പൊന്നുഷ സന്ധ്യയെ ചിരിച്ചു, മധ്യാന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻജന്മം നീ തൊട്ടുണർത്തി. ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. അയ്യോ, എന്താ ലക്ഷ്മി ഇന്നലെ ഇവിടെ സംഭവിച്ചത്? ലക്ഷ്മിക്ക് എന്തെങ്കിലും പറ്റിയോ? പരുക്കുണ്ടോ? ഞങ്ങള് പുറത്തിറങ്ങിയില്ല. അവര് പുറത്ത് കുറെ ബഹളം കാണിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ പോലീസ് എത്തി. ഉടനെ അവര് രക്ഷപ്പെട്ടു. ലച്ചുമ്മ ഇതൊന്നും കണ്ട് ഞങ്ങളെ വിട്ടു പോകരുതേ. ലച്ചുമ്മ വന്നതിന് ശേഷമാ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായത്. ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല. ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുക തന്നെ ചെയ്യും. മറ്റുള്ളവരെ പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കൾ നന്നായി ജീവിക്കണം. ഞങ്ങള് മാധ്യമപ്രവർത്തകരാ. ലച്ചുമ്മയുടെ വീടിന് നേരെ ഉണ്ടായ ആക്രമണം അറിഞ്ഞു വന്നതാ. എന്റെ പേര് സജി, ഇത് ക്യാമറമാൻ അനൂപ്. ഒരു മീഡിയക്കാരെങ്കിലും ഇപ്പൊ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ചല്ല നിങ്ങൾ ജനത്തോട് പറയേണ്ടത്. ഗിരിപുരത്തെ ഊരിലെ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടുമാണ് പുറം ലോകം അറിയേണ്ടത്. ഇന്ന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നത്. മിസ്റ്റർ സജി, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇവിടെയുള്ള കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ? മീഡിയയുടെ കരുത്ത് പോലെ മറ്റൊന്നും ഈ ലോകത്തില്ല. ഞങ്ങൾ 10 വർഷം കൊണ്ട് ചെയ്തത് നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാ. നിങ്ങൾ വിശാഖ മാഷല്ലേ? അതെ. നിങ്ങളെ ആരും അറിഞ്ഞില്ലെന്ന് കരുതരുത്. ഞാൻ നിങ്ങളുടെ ഫാൻ കൂടിയാണ്. ശരിക്കും ചാനൽഹിഡിന്റെ പെർമിഷൻ മേടിച്ച് ഞാൻ വന്നത് വിശാഖ മാഷിനെ കാണാനും ലച്ചുമ്മയുടെ സേവനം പുറം ലോകത്തെത്തിക്കാനുമാണ്. ഇനി നിങ്ങളുടെ നാവായി ഞാനും അനുവും ഇവിടെ ഉണ്ടാവും. പങ്കുപറ്റുകയല്ല, ഇത് ഞങ്ങളുടെയും കടമയാണ്. അതിനുള്ള പ്രതിഫലം സജിക്കും അനൂപിനും മാധ്യമ പുരസ്കാരമായി കിട്ടും. ധൈര്യം ഉണ്ടാവണം. എനിക്ക് ധൈര്യമുണ്ട്. IAS വലിച്ചെറിഞ്ഞ ലച്ചമ്മയ്ക്ക് മുന്നിൽ ഞങ്ങളൊന്നുമല്ല. ഒരുപാട് നാള് മുന്നേ ഈ ഊരിനെ കുറിച്ചൊരു സ്റ്റോറി ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. ഉറപ്പായും ലച്ചുമ്മയുമായി ഒരു ഇന്റർവ്യൂ എനിക്ക് വേണം. ഗിരിപുരത്തിന്റെ പ്രശ്നങ്ങൾ പുറത്തുകൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് എന്റെ മാനേജ്മെന്റ് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. അവർക്ക് ലച്ചുമ്മയോട് ബഹുമാനമാണുള്ളത്. എങ്കിൽ ശരി, നമുക്ക് ഈ ഊര് കാണാം. ഊര് കണ്ട ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അത് മതി ലച്ചുമ്മ. ഇതാണ് എന്റെ അമ്മ, മായമ്മ. ഈ വിഷയം ഇവിടെ ഒതുങ്ങിക്കൂടാ. അഗ്നിയായി പടരണം. പാവങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കണം. ഇന്നലത്തെ സംഭവത്തോടെ മായമ്മ നല്ല ഫോമില്ല. ഞാൻ ചായ ഉണ്ടാക്കാം. എല്ലാവരും ഊര് കണ്ടിട്ട് വാ.
ചായ മാത്രം പോരാ, ഊട് തന്നെ വേണ്ടി വരും. നിങ്ങൾ പോയിട്ട് വാ. നമുക്ക് ഗിരിപുരം ഊരിലേക്ക് പോവാം. പോവാം പക്ഷേ. ശരി. വരും. മാഡം, അപ്പൊ ഞങ്ങൾ തുടങ്ങിക്കോട്ടെ. തുടങ്ങിക്കോളൂ. ചേട്ടാ കുറച്ച് അങ്ങോട്ട് വന്നേ. ഇവിടെയുള്ള കഷ്ടപ്പാടുകളും നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും മീഡിയ വഴി പുറം ലോകം അറിയാൻ പോവുകയാണ്. ഈ അവസരം നിങ്ങൾ അതിനു വേണ്ടി വിനിയോഗിക്കണം. ഒന്നും മറച്ചു വെക്കരുത്, നേര് മാത്രം പറയണം. ഇവിടെ എങ്ങനെ അവിവാഹിതരായ അമ്മമാർ സൃഷ്ടിക്കപ്പെടുന്നു ലോകം അറിയണം. ആദ്യം നീര് തന്നെ പറയും. തുടങ്ങിക്കോ. സാർ പറഞ്ഞോന്നേ. സാർ, മാഡം ക്യാമറ റെഡി അല്ലേ? എടുക്കാം. ഞാനിപ്പോ നിൽക്കുന്നത് ഗിരിപുരം എന്ന ട്രൈബൽ ഏരിയയിലാണ്. കളക്ടർ പദവി വലിച്ചെറിഞ്ഞ് ഇവിടെയുള്ള അവിവാഹിതരായ അമ്മമാരുടെ വേദനയിലേക്ക് ഇതാ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ ഊരിന്റെ വിധി മാറ്റി എഴുതിയ നമ്മുടെ ലച്ചുമ്മയെ തേടിയുള്ള യാത്ര. ലച്ചുമ്മയോട് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ഊരിലുള്ളവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എന്താണ്? പേടിക്കണ്ട, പറഞ്ഞോളൂ. നമസ്കാരം. ഈ ഗിരിപുരം മയക്കുമരുന്നിന്റെയും അവിവാഹിതരായ അമ്മമാരുടെയും ഒരിടമാണ്. ഇവിടെ 10ാം തരം വരെ പഠിച്ചത് ഒരാള് മാത്രമാ. അത് ഈ നിക്കണ മല്ലിയ. ഇവിടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു സ്കൂളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ള കുറച്ചു പേര് ചേർന്ന് ആ സ്കൂൾ അങ്ങ് അടച്ചു പൂട്ടിച്ചു. ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്ന മാഷ ഈ നിൽക്കുന്ന മാഷ്. ഒരുപാട് സങ്കടങ്ങളും ദുരനുഭവങ്ങളും ഉണ്ടായിട്ടും മാഷി ഈ നാട് വിട്ട് പോയില്ല. ഈ വക്കീൽ മാഡവും ഇപ്പൊ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പൊ നമുക്ക് വേണ്ടി IAS ഉപേക്ഷിച്ചു വന്ന ലച്ചുമ്മയുടെ വീട് ആക്രമിക്കാനും കൊല്ലാനും ഒക്കെ ഇവിടെയുള്ള ദുഷ്ടന്മാര് ശ്രമിച്ചോണ്ടിരിക്കുക. ലച്ചുമ്മയുടെ ഒപ്പം ഞങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് നീതിയും അവകാശവും ലച്ചുമ്മ വാങ്ങിത്തരുമെന്ന് ഉറപ്പാണ്. അതിനിടയിൽ ലച്ചുമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയ പിന്നെ ഞങ്ങള് കിട്ടിയല്ലോ. ഇനി ചേട്ടന് പറയാനുള്ളത് പറഞ്ഞു. ഇവിടെ ഓക്കെ അല്ലേ? ചേട്ടൻ പറഞ്ഞു. ചെറുപ്പക്കാര് വഴിതെറ്റി പോകുന്നതാ ഞങ്ങളുടെ നിരാശ. ഇവിടെയുള്ള കുറച്ച് പെൺകുട്ടികളെ കാണാതായിട്ട് കുറച്ച് നാളായി സാറേ. ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞ സാറേ അവര് കൊണ്ടുപോയത്. അവരെവിടെയാണെന്നൊന്നും ഇപ്പൊ ആർക്കും അറിയില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ. കൂരിക്ക് പുറത്തിറങ്ങാത്ത 4-5 അമ്മമാരെ ഞാൻ കാട്ടിത്തരാം. ചൂണ്ടിക്കാണിക്കാൻ അച്ഛനില്ലാത്ത മക്കളെ ഞാൻ കാണിച്ചു തരാം.
ഞങ്ങള് മനുഷ്യരല്ല സാറ്. ഞങ്ങൾക്ക് വലിയ സൗകര്യമൊന്നും വേണ്ട. ഞങ്ങളുടെ മാനമെങ്കിലും കാത്താ മതി. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. ഗിരിപുരം ആദിവാസി ഊരിലെ വിശേഷങ്ങളിലേക്ക്. ഞാനിപ്പോ നിൽക്കുന്നത് ഗിരിപുരം എന്ന ട്രൈബൽ ഏരിയയിലാണ്. കളക്ടർ പദവി വലിച്ചെറിഞ്ഞ് ഇവിടെയുള്ള അവിവാഹിതരായ അമ്മമാരുടെ വേദനയിലേക്ക് ഇതാ ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്താണ് IAS ഉപേക്ഷിച്ചുകൊണ്ട് സാമൂഹ്യ സേവനത്തിലേക്ക് വരാനുണ്ടായ കാരണം? എനിക്കെല്ലാം എൻ്റെ അമ്മ മായമ്മ തന്ന പ്രചോദനമാണ്. സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലെത്തിയപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു സ്കൂളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ള കുറച്ചു പേര് ചേർന്ന് ആ സ്കൂൾ അങ്ങ് അടച്ചു പൂട്ടിച്ചു. ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്ന മാഷ ഈ നിൽക്കുന്ന മാഷ്. പതിവില്ലാതെ തമ്പി സാർ എന്താ ടിവിക്ക് മുന്നില്? എന്താ പറ്റിയെന്നാ ഞാൻ നോക്കുന്നേ. ഗിരിപുരത്തെ ന്യൂസ് വരുന്നുണ്ടെന്ന് ദിനേശൻ വിളിച്ചു പറഞ്ഞു. ലച്ചുവിന്റെ വീട് ആക്രമിച്ചതിന് ഇരട്ടി റിയാക്ഷനാ ഉണ്ടായിരിക്കുന്നത്. നോക്ക്. ഇവിടെയുള്ള പെൺകുട്ടികളെ പുറത്തുനിന്ന് വന്നവർ വസ്ത്രവും ഫോണും പണവും കൊടുത്ത് ചൂഷണം ചെയ്യുക സാറേ. അല്ല, ലച്ചുനെയും മായയും കാണിച്ചോ? ലച്ചു കുറച്ചു മുമ്പുണ്ടായിരുന്നു, മായ ഇതുവരെ കാണിച്ചില്ല. എന്തായാലും അവിടെ ഒരു മാറ്റം തുടങ്ങി. അതാണ് ഈ കാണുന്നത്. ഇവിടെയുള്ള കുറച്ച് പെൺകുട്ടികളെ കാണാതായിട്ട് കുറച്ച് നാളായി സാറേ. ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞ സാറ് അവര് കൊണ്ടുപോയത്. അവരെവിടെയാണെന്നൊന്നും ഇപ്പൊ ആർക്കും അറിയില്ല. മീഡിയക്കാരൊക്കെ ഊരിലേക്ക് ഇറങ്ങിയതല്ല, ലച്ചു അവരെ ഇറക്കിയതാ. അവിടെയുള്ള വാർത്തകളാ. ഉർവശി ശാപം ഉപകാരമായെന്ന് പറഞ്ഞ പോലെയായി. അവൾ അത് നല്ലവണ്ണം വിനിയോഗിച്ചു. അതെ അതെ. ലച്ചുവിന്റെ ഇന്റർവ്യൂ ഉടനെ ഉണ്ടാവും. വസുന്ധരെ ഇരിക്കേ. അയ്യോ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തില്ല. ഓഫ് ചെയ്തിട്ട് ഇപ്പൊ വരാം. പോയിട്ടോ. IAS ഉപേക്ഷിച്ച് ആദിവാസികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചൊരമ്മയും. ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് മായമ്മയുടെ മകൾ ലച്ചുമ്മ. സുഗതേട്ടാ, സുഗതേട്ടാ, ഒന്ന് വേഗം വാ. ഇങ്ങോട്ട് വരാൻ. ദേ നോക്ക്, കണ്ടോ നമ്മുടെ കൊച്ചുമോളെ? കണ്ടോ? എന്താണ് IAS ഉപേക്ഷിച്ചുകൊണ്ട് സാമൂഹ്യ സേവനത്തിലേക്ക് വരാനുണ്ടായ കാരണം? എനിക്കെല്ലാം എൻ്റെ അമ്മ മായമ്മ തന്ന പ്രചോദനമാണ്. സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ലക്ഷ്യങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്ന്. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിൽ ചെന്നെത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് ഇതിലേക്ക് വന്നത്. രണ്ടും സേവനം തന്നെയാണ്. പ്രത്യേകിച്ച് ആരുടെയെങ്കിലും സഹായം ലച്ചുമയ്ക്കുണ്ടായിരുന്നോ? എനിക്ക് ഇതുവരെ എത്താനുള്ള എല്ലാ മാർഗനിർദ്ദേശവും സഹായവും തന്നത് ജസ്റ്റിസ് രാജശേഖരൻ തമ്പി സാറാണ്. ഞാൻ സർവീസിൽ കയറിയപ്പോഴാണ് ചില നോവുന്ന നേരുകൾ കൺമുന്നിൽ കാണുന്നത്. ചൂഷണത്തിനിരയായ അവിവാഹിതരായ പെൺകുട്ടികൾ അമ്മയാകുന്നു. അത്തരത്തിലെ ഒരു അമ്മയുടെയും 3 മക്കളുടെയും മരണം എന്നെ ഉലച്ചു കളഞ്ഞു.
IAS ഉപേക്ഷിക്കാനുള്ള റീസൺ അതാണ്. ഗിരിപുരത്ത് വന്ന് അഡ്വക്കേറ്റ് അഖിലയുടെയും വിശാഖൻ മാഷ് എന്നിവരുടെയൊക്കെ സഹായത്തോടെ ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. കഴിയുന്ന പോലെ സ്ത്രീകൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതിൽ ഒരു പരിധിവരെ ഞങ്ങൾ വിജയിച്ചു എന്നതിന്റെ തെളിവാണ് എനിക്ക് നേരെ ഉണ്ടായ ആക്രമണം. മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ലച്ചുമ്മ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗിരിപുരത്തെ പുരുഷന്മാർക്ക് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് വഴി തെറ്റിച്ചാണ് ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നത്. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു, പെൺകുട്ടികൾ ഗർഭിണികളാകുന്നു, പുരുഷന്മാർ ഒന്നിനും കൊള്ളാത്തവരാകുന്നു. അതൊക്കെ അവസാനിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം. ഞങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണം എനിക്ക് കൂടുതൽ ശക്തി തരികയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗിരിപുരം പുറം ലോകത്തേക്ക് കൊണ്ടുവന്ന ലച്ചുമ്മയ്ക്കും വിശാഖം മാഷിനുമൊപ്പം നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാം. ഒരു ചെറിയ ഇടവേള. അവള് പറഞ്ഞ കേട്ടില്ലേ, മായമ്മ, ലച്ചുമ്മ. ഇനി ഇതിൽ കൂടുതൽ എന്ത് നേട്ടമാണ് വരാനുള്ളത്? ഒരുപാട് സ്ത്രീകൾക്ക് അവൾ കാണപ്പെട്ട ദൈവമാണ്. മായ പറഞ്ഞത് സത്യമാണ്. എല്ലാം ഒരു നിയോഗമാണ്. ഇനിയുള്ള കാലം അവരുടെ കൂടെ ജീവിക്കാൻ ഒരാഗ്രഹമുണ്ട്. നമുക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചോദിച്ചു മഞ്ജു വന്നിട്ടുണ്ട്. അവൾക്ക് ഷെയർ കിട്ടണമെന്ന് പറഞ്ഞ് വലിയ വഴക്കിട്ട് പോയേക്കുവാ. അവളുടെ ഭർത്താവ് ഉള്ളതെല്ലാം വിറ്റ് ബിസിനസ് ചെയ്തു തുലച്ചു. ഇനി മോൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ഈ വീട് സ്ഥലവും വിൽക്കും. ഒന്നുമില്ലാതെ നമ്മൾ പെരുവഴിയിലായാൽ നമ്മുടെ കൈ പിടിച്ചോണ്ട് പോകാൻ നമ്മുടെ മോള് വരും, മായ. പക്ഷെ ഞാൻ അവളൊന്നും അറിയിക്കില്ല. അതിനുള്ള യോഗ്യത എനിക്കില്ല. നിങ്ങളുടെ മോനെ വയറ്റിലുണ്ട്. അവൻ ഗൾഫുകാരനായപ്പോ അവനെ മോഹിച്ച് നമ്മൾ നാടകം കളിക്കുകയാണെന്നാ അവന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. കേട്ടല്ലോടി പറഞ്ഞത്. ഇനി എന്താണ് നിന്റെ ഉദ്ദേശം? ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവും രാജീവേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്കറിയാം എന്റെ രാജീവേട്ടന്. നിങ്ങൾ എല്ലാവരും എന്നെ മറന്നേക്കണം. എന്നെ അന്വേഷിച്ച് ഇനി ആരും വരാനും പാടില്ല. ഞാൻ മരിച്ചുപോയെന്ന് കരുതിയാൽ മതി. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെയല്ല. അവളെ അങ്ങനെ പേടിപ്പിച്ചോടിക്കാൻ പറ്റാന്ന് മനസ്സിലായില്ലേ? നെഞ്ചത്ത് വെടി പൊട്ടിക്കാൻ അവള് മടിക്കില്ല. താനെന്താടോ ഒന്നും പറയാത്തെ? എനിക്ക് പേടിയാവുന്നു. മിണ്ടായിരിക്കടാ. നാണമില്ലടാ പോലീസ് മലകയറിയെന്ന് വെച്ച് ഇങ്ങനെ ഭയപ്പെടാൻ. ഇപ്പൊ മാത്രം എന്താ നിന്റെ മുട്ടിടിക്കുന്നത്? എത്ര കാലം നീ ജയിലിൽ കിടന്നിട്ടുണ്ടടാ? ലച്ചുമ്മ നിസാര പെണ്ണല്ലെന്ന് നീ മനസ്സിലാക്കി കനകരാജേ. കനകരാജനെ അവള് വെറൊരു പെണ്ണ് തന്നെയാ.
തോക്ക് കൊണ്ട് ഞാൻ പേടിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്റെ കയ്യിലും തോക്കുണ്ട്. ഗിരിപുരം അവളുടെ കൂടെയാ. നമുക്ക് വിശ്വസ്തരെന്ന് പറയാനുണ്ടായിരുന്ന 4-5 പേര് ഗിരിപുരം വിട്ട് ഒളിവിപ്പോയി. പോലീസിനെ ഭയന്നവര് തിരിച്ചു വരുമോന്ന് പോലും അറിയില്ല. ഇതിനിടയിൽ മറ്റൊരു കളി ആ വിശാഖ നടത്തുന്നുണ്ട്. എന്ത് കളി? അവന് കിട്ടിയത് പോരെ? അവന്റെ നീക്കം പുറത്തുപോയ ഊരിലെ ചെറുപ്പക്കാരെ മടക്കി കൊണ്ടുവരിക. നമ്മളുമായിട്ടുള്ള ഇടപാട് തീർത്ത് അവരുടെ പേരിലുള്ള കേസ് ഒതുക്കി തീർക്കാനാ അവ നോക്കുന്നത്. എക്സൈസ് കേസ് എടുത്തിരിക്കുന്നത് ഈ ചെറുപ്പക്കാരുടെ പേരിലാ.